ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു സ്വീറ്റായിട്ടോ അല്ലെങ്കിൽ ഒരു സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാവുന്ന അതിരസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ഫേമസ് ആയിട്ടുള്ള ഒരു സൗത്ത് ഇന്ത്യൻ റെസിപ്പിയാണ്. വിശേഷ ദിവസങ്ങളിലൊക്കെ വീടുകളിൽ ഉണ്ടാക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിരസത്തിന് വേണ്ടിയിട്ട് നമ്മൾ 1.5 കപ്പ് പച്ചരി നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു 4 മണിക്കൂറൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. അരി ചുരുങ്ങിയത് ഒരു 3-4 മണിക്കൂറെങ്കിലും കുതിർക്കാനായിട്ട് വെക്കണം. ഇവിടെ ഇപ്പോൾ നമ്മൾ സാധാരണ പച്ചരിയായിട്ട് എടുത്തിരിക്കുന്നത്. അതിരസം ഇഡ്ഡലിയരി വെച്ചിട്ടും അതുപോലെ പൊന്നി പച്ചരി വെച്ചിട്ടൊക്കെയും ചെയ്യണത് കണ്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ സാധാരണ പച്ചരി വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി അതിലെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളഞ്ഞതിന് ശേഷം വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് അതിലെ വെള്ളം ഒന്ന് നന്നായിട്ട് വലിഞ്ഞ് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു കോട്ടൺ തുണിയിൽ കുറച്ച് സമയം ഇതൊന്ന് പരത്തിയിട്ട് കൊടുക്കാം. ഇത് നമുക്കിനി പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിലെ വെള്ളം നനവ് മുഴുവനായിട്ട് മാറിക്കിട്ടണം. ഒരു 10-20 മിനിറ്റ് ഇതുപോലെ ഒന്ന് പരത്തിയിടാം. ഒരു കിച്ചൺ ടിഷ്യൂലോ അല്ലെങ്കിൽ അത് ഒരു കോട്ടൻ്റെ തുണിയിലോ അതുപോലെ നന്നായിട്ടൊന്ന് പരത്തിയിട്ട് കൊടുത്താൽ മതി. അരി മുഴുവനായിട്ടും ഉണങ്ങി പോകാൻ പാടില്ല. അതിൽ ആ വെള്ളത്തിൻ്റെ അംശം നന്നായിട്ടൊന്ന് മാറി കിട്ടിയാൽ മതി. ഫാൻ ഇട്ടിട്ട് അതിൻ്റെ അടിയിൽ വെക്കുകയാണെങ്കിൽ 10-20 മിനിറ്റ് കൊണ്ട് വെള്ളം നന്നായിട്ട് വലിഞ്ഞു വരും. നമ്മൾ ആ അരിയിൽ ഇതുപോലെ ഒന്ന് കൈ വെച്ച് നോക്കുമ്പോൾ കയ്യിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാൻ പാടില്ല. വെള്ളം നന്നായിട്ട് വലിഞ്ഞിട്ടുണ്ടാവണം. ഈ രീതിയിൽ ചെയ്തെടുക്കുക. അതിനുശേഷം ഇത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു മിക്സി ജാറിലേക്ക് മാറ്റാം. അപ്പോൾ അത് നമ്മൾ 2 പ്രാവശ്യമായിട്ടാണ് കേട്ടോ പൊടിച്ചെടുക്കുന്നത്. പൊടിക്കുമ്പോൾ ഒരുപാട് അങ്ങോട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കരുത്. ചെറുതായിട്ട് തരികൾ ഉണ്ടാവണം. പുട്ടുപൊടിയേക്കാളും കുറച്ചും കൂടി നന്നായിട്ട് പൊടിച്ചെടുക്കാം. എന്നാൽ ഇടിയപ്പത്തിൻ്റെ പൊടിയുടെ അത്രയ്ക്ക് അങ്ങോട്ട് നൈസാവാനും പാടില്ല. നമ്മളിങ്ങനെ എടുത്തു നോക്കുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ തരികൾ ഉണ്ടാവണം. ആ രീതിയിൽ പൊടിച്ചെടുക്കുക. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിന് ശേഷം ബാക്കി വരുന്ന അരിയും ഇതുപോലെ തന്നെ പൊടിച്ചെടുക്കുക. ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ പൊടിയൊന്ന് അടച്ച് വയ്ക്കാം. പൊടി ഡ്രൈ ആയി പോകാൻ പാടില്ല. അപ്പോൾ 1 കപ്പ് ശർക്കരയായിട്ട് എടുത്തിട്ടുള്ളത്. നമ്മൾ അരി അളന്നിട്ടുള്ളത് ഏത് കപ്പിനാണോ അതേ കപ്പിൽ 1 കപ്പ് അച്ച ശർക്കര. ശർക്കര ഒന്ന് പൊട്ടിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ വെയിറ്റ് എന്ന് പറയുമ്പോൾ 200 ഗ്രാമാണ് ഉണ്ടായിരുന്നത്. ഇനി ഇത് അലിയിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആദ്യം ശർക്കര നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. നന്നായിട്ട് തിളച്ച് വന്നാൽ മതി. ഇപ്പോൾ ശർക്കര നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ചും കൂടി സമയം ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ആദ്യം നമുക്കതിലെ കല്ലും പൊടിയൊക്കെ ഒന്ന് അരിച്ച് മാറ്റാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒരു അരിപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം. അതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇതിലേക്ക് ആദ്യം നമുക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ചുക്ക് പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഇതിലെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം ഇത് നമ്മൾ ഏകദേശം ഒറ്റനൂൽ പരുവാവുന്ന വരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ തിളപ്പിച്ചെടുക്കാം. കുറച്ച് സമയം തിളയ്ക്കുമ്പോൾ ശർക്കര നന്നായിട്ട് ഇതുപോലെ പതഞ്ഞ് വരും. അപ്പോൾ ആ സമയത്ത് നമ്മൾ വിരൽ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് നോക്കിയാൽ മതി. വിരൽ വെച്ചിട്ട് നോക്കുമ്പോൾ ഒരു നൂല് പോലെ വരണം. ഇതാണ് അതിൻ്റെ പരുവം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ, അതായത് ശർക്കരപ്പാനി ആ ചൂടിലിരിക്കുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ആ അരിപ്പൊടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ പൊടി കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ പൊടി ശർക്കരപ്പാനിയുടെ ആ ചൂടിൽ ചെറുതായിട്ടൊന്ന് വേവണം. അതുകൊണ്ട് അതിൻ്റെ ചൂടാറുന്നതിന് മുൻപായിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ഈ പൊടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കണം. കട്ടകളില്ലാത്ത രീതിയിൽ യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ മിക്സ് ചെയ്യുന്ന സമയത്താണ് ഇത് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. മാവിൻ്റെ പരുവം കറക്റ്റായിട്ടില്ലെങ്കിൽ അതിരസം കറക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. ഇവിടെ ഇപ്പോൾ 1.5 കപ്പ് പച്ചരിക്ക് 1 കപ്പ് ശർക്കര കറക്റ്റായിട്ടുള്ള അളവാണ് ഉണ്ടായിരുന്നത്. മാവ് കറക്റ്റ് പരുവത്തിലായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന പച്ചരിക്കനുസരിച്ച് ഈ മാവ് ലൂസായി പോവുക അല്ലെങ്കിൽ തിക്കായി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അരിപ്പൊടി നമ്മളിതുപോലെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് കൂടുതൽ നല്ലത്. ഇപ്പോൾ ആ പൊടി മുഴുവനും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അവസാനമായിട്ട് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നമ്മൾ 1 ടീസ്പൂണാണ് ചേർക്കണുള്ളൂ. കൂടുതലായിട്ട് വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് നെയ്യ് ചേർക്കുമ്പോൾ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, മാവ് ഈ ഒരു പരുവത്തിലാണ് ഉള്ളത്. അതിരസത്തിനുള്ള മാവ് എന്ന് പറയുമ്പോൾ ഇതുപോലെ കുറച്ചൊന്ന് ലൂസായിട്ടുള്ള മാവാണ് വേണ്ടത്. ഒരുപാട് കട്ടിയാവാനും പാടില്ല, എന്നാൽ ഒരുപാട് ലൂസാവാനും പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കറക്റ്റായിട്ട് വേണ്ടത്. ഈ സമയത്ത് ഇതുപോലെ കുറച്ചൊന്ന് ലൂസായാലാണ് നമ്മളിത് ഉണ്ടാക്കുന്ന സമയത്ത് കറക്റ്റ് പരുവത്തിലായി കിട്ടുള്ളൂ. ഇനി ഈ മാവ് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിന് ശേഷം അത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് മാവിൻ്റെ മേൽഭാഗം ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം.
എന്നിട്ട് മാവ് നന്നായിട്ട് ചൂടാറി കഴിഞ്ഞാൽ ഇത് അടച്ചു വെച്ചിട്ട് ഒരു ദിവസമെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. 24 മണിക്കൂർ വെക്കണം. ചുരുങ്ങിയത് ഈ മാവ് നമ്മൾ 1-2 ദിവസമൊക്കെ വെച്ചതിന് ശേഷം അതിരസം ഉണ്ടാക്കുമ്പോഴാണ് അത് കൂടുതൽ നന്നായിട്ട് കിട്ടുക. മാവിൻ്റെ ചൂട് നന്നായിട്ട് മാറിയതിന് ശേഷം അടച്ചു വെച്ചാൽ മതി. ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, പുറത്ത് തന്നെ വെച്ചാൽ മതി. മാവ് കേടൊന്നും വരില്ല. ഇപ്പം നമ്മുടെ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. കറക്റ്റായിട്ട് 48 മണിക്കൂറാണ് നമ്മളിത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ മാവിൻ്റെ പരുവം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളത്. എന്നാലും അത്യാവശ്യം കുറച്ചൊന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലാവുമ്പോഴാണ് നമുക്കത് കയ്യിലൊന്നും ഒട്ടാത്ത രീതിയിൽ ഒന്ന് ഉരുട്ടാനും അതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാനൊക്കെ പറ്റുള്ളൂ. ഇനി ആദ്യം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കത് ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ കുറേശ്ശെ മാവ് എടുത്തിട്ട് ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിലൊക്കെ ഒന്ന് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് കുറച്ച് നെയ്യോ എണ്ണയോ പരട്ടിയെടുത്തിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ഷീറ്റിലോ അല്ലെങ്കിൽ ഒരു വാഴയിലയിലോ ഈ മാവ് വെച്ച് കൊടുത്തിട്ട് പതുക്കെ ഒന്നങ്ങോട്ട് പ്രസ് ചെയ്തിട്ട് പരത്തിയെടുക്കാം. ഇത് ഒരുപാട് അങ്ങോട്ട് കട്ടി കൂടാൻ പാടില്ല, എന്നാൽ ഒരുപാട് കനം കുറയാനും പാടില്ല. ഏകദേശം ഒരു 1/2 ഇഞ്ച് കനത്തിലൊക്കെ ഒന്ന് പരത്തിയെടുക്കുക. കട്ടി കൂടുതലായി കഴിഞ്ഞാൽ അതിൻ്റെ ഉൾഭാഗം വേവാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അതുപോലെ കട്ടി കുറഞ്ഞാലും അത് വല്ലാതെ അങ്ങോട്ട് ക്രിസ്പിയായി പോവുകയും ചെയ്യും. അപ്പോൾ ഏകദേശം ഒരു 1/2 ഇഞ്ച് കനത്തിലൊക്കെ ഒന്ന് പരത്തിയെടുക്കാം. ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുക. ഇത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. പക്ഷെ നമ്മളിപ്പോൾ ഇതിൻ്റെ നടുഭാഗത്ത് ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. അതിരസം 2 രീതിയിലും വറുത്തെടുക്കാറുണ്ട്. ഇനി ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണ നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. ഇത് നമ്മൾ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്തെടുക്കേണ്ടത്. അതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് എണ്ണ വേണം. നമ്മളിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം കുറച്ച് വയ്ക്കാം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് കഴിയുമ്പോൾ അത് മേലേക്ക് ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് പിന്നെ നമ്മൾ കുറച്ച് സമയം അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിൻ്റെ ഉൾഭാഗം നന്നായിട്ടൊന്ന് വെന്ത് വരണം. എണ്ണയ്ക്ക് ചൂട് കൂടുതലാണെങ്കിൽ അതിൻ്റെ പുറം ഭാഗമൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വറുത്തെടുക്കുക. ഇതുപോലുള്ള ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണെങ്കിൽ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വറുത്തെടുത്താൽ മതി. ചട്ടിക്ക് നല്ല ചൂടുണ്ടാവും. അപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം ഇതുപോലെ നല്ലൊരു കളറൊക്കെ ആയി വന്നാൽ പിന്നെ നമുക്കത് എണ്ണയിൽ നിന്ന് എടുക്കാം. അപ്പോൾ നമ്മളിത് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കുന്നതുകൊണ്ട് ഇതിൽ കുറച്ച് എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ സമയത്ത് ഒരു സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് പതുക്കെ ഒന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ എക്സസ് ആയിട്ടുള്ള എണ്ണയൊക്കെ പോയിക്കോളും. അതിനുശേഷം ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ വറുത്തെടുക്കാം. ഇത് നമ്മൾ വറുത്തെടുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. ആ ചൂടോട് കൂടിയിട്ടാകുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കും. പക്ഷെ നന്നായിട്ട് ചൂടാറി കഴിഞ്ഞാൽ ആ പുറം ഭാഗമൊക്കെ നന്നായി മൊരിഞ്ഞു വരും. അതുപോലെ തന്നെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഇത് നമ്മൾ നടുവിൽ ഹോളിടാതെ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതും കണ്ടില്ലേ, പൊട്ടി പോകണമൊന്നുമില്ല, നന്നായിട്ട് മേലേക്ക് പൊങ്ങി വരുന്നുണ്ട്. ആ മാവിൻ്റെ പരുവും അതുപോലെ നമ്മൾ ഈ വറുത്തെടുക്കുന്ന എണ്ണയുടെ ചൂടൊക്കെ കറക്റ്റായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നന്നായിട്ട് തന്നെ അതിരസം ഉണ്ടാക്കിയെടുക്കാം. ഈ 1.5 കപ്പ് പച്ചരി വെച്ചിട്ട് നമുക്ക് ഒരു 16-18 അതിരസം വരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിൻ്റെ റെസ്റ്റിംഗ് ടൈം കുറച്ച് കൂടുതലായിട്ട് എടുക്കുന്നേ ഉള്ളൂ. പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. നമ്മുടെ നെയ്യപ്പും ഉണ്ണിയപ്പൊക്കെ പോലെ തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നന്നായിട്ട് ചൂടാറി കഴിയുമ്പോൾ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിലാക്കി വെച്ചാൽ മതി. ഒരാഴ്ച വരെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം, കേടൊന്നും വരില്ല. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അതിരസം ഇതുവരെ കഴിക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്സൊക്കെ മറക്കാതെ അറിയിക്കുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം. താങ്ക്